ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യം നാം വായിക്കുമ്പോൾ, നിന്റെ വിരലിന്മേൽ അവയെ കെട്ടുക, ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക എന്നോർപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യതയും അതിനനുസൃതമായി ഒരു ജീവിതം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയും കൃത്യമായ തലത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നമ്മുടെ വിരലുകളിൽ കെട്ടിയിടുകയും അത് ഹൃദയപലകമേൽ എഴുതി വയ്ക്കുകയും ചെയ്യേണ്ടതായ ഒന്നാണ് എന്നാണ് ഇവിടെ ഓർപ്പിച്ചിട്ടുള്ളത്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നുപോയാൽ, ദൈവത്തിൻ്റെ ദാസനായ മോശയോട് യഹോവയായ ദൈവം ഒരിക്കൽ പറയുകയുണ്ടായി, മനോഹരമായിരിക്കുന്ന 2 കൽപ്പലകകൾ ചെത്തിയുണ്ടാക്കി പർവ്വതത്തിൽ എൻ്റെ അരികിലേക്ക് നീ കടന്നു വരിക എന്നാവശ്യപ്പെടുകയാണ്. ദൈവം പറഞ്ഞ വാക്ക് കേട്ടിട്ട് മോശ 2 കല്ലുകൾ ചെത്തിയുണ്ടാക്കി ആ കല്ലുകളുമായിട്ട് പർവ്വതത്തിൽ അത്യുന്നതനായി ദൈവത്തിൻ്റെ സമീപത്തേക്ക് മോശ കരേറിപ്പോവുകയും ജനത്തിനാവശ്യമായിരിക്കുന്ന ന്യായപ്രമാണങ്ങൾ ആ കൽപ്പലകകളിൽ മനോഹരമായി എഴുതി മോശയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട്, ഇത് ഇസ്രായേൽ മക്കൾ കൃത്യമായിട്ട് വായിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാനായിട്ട് അവരോട് ഓർമ്മപ്പെടുത്തണമെന്ന് പറഞ്ഞ് മോശയെ പറഞ്ഞയക്കുകയായിരുന്നു. മോശ മടങ്ങി വന്ന് പാളയത്തിലുള്ള ജനത്തോട് യഹോവയുടെ പ്രമാണത്തെക്കുറിച്ച്, കൽപ്പലകളിൽ എഴുതിയിരിക്കുന്ന ആ വ്യവസ്ഥിതികളെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും അതിനായി ജീവിക്കുവാനായിട്ട് അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മോട് ദൈവം പറയുന്നത്, ദയയും വിശ്വസ്തതയും നമ്മെ വിട്ട് പോകരുതെന്നും അവയെ നിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളണമെന്നും നിൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ അത് എഴുതി സൂക്ഷിക്കണമെന്നും ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വചനം സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ അത്യുന്നതനായ ദൈവത്താൽ എഴുതപ്പെട്ട ആ പ്രമാണത്തെ നാം പഠിക്കേണ്ടതിനെക്കുറിച്ചും അതിൻ പ്രകാരം ജീവിക്കേണ്ടതിനെക്കുറിച്ചും കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ്റെ പത്രമായി നിങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു എന്നും അതും മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകയിലല്ല ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ഓർപ്പിച്ചിട്ടുണ്ട്. മഷി കൊണ്ടല്ല, ആത്മാവിനാൽ എഴുതപ്പെട്ട പ്രമാണം കൽപ്പലകളിൽ എഴുതിയത് ആ നിലകളിൽ നിലനിൽക്കുകയല്ല, അതിനപ്പുറത്ത് ഹൃദയമെന്ന മാംസപ്പലകമേൽ എഴുതിയ യഹോവയുടെ ന്യായപ്രമാണത്തിൻ്റെ പ്രാധാന്യത നാം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിപ്പാനായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുമുണ്ട് എന്ന് കൃത്യമായ തലത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വായിക്കുന്ന നമ്മുടെ കൈകളിൽ ലഭ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം, അത് മോശ മുഖാന്തരം ദൈവം കൽപ്പലകളിൽ എഴുതി തന്ന പ്രമാണമാണെന്നും അത് നമ്മുടെ ഹൃദയപ്പലകമേൽ എഴുതി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി വെക്കേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്
ആ നിലകളിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ജീവിപ്പാനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരാകാം. അതിന് ദൈവം എൻ്റെ കേൾവിക്കാരായി നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തോട് കൂറു പുലർത്തുന്നവരും ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് ഞങ്ങൾ ഹൃദയപ്പലകമേലെഴുതി അതിൻ പ്രകാരം ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.